ഹലോ അസ്സാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്കോ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറിൽ വരുന്നവരെ ബീറ്റ് ചെയ്യുക കേട്ടോ. പിന്നീട് ഇതിലേക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതോടുകൂടി ചേർക്കേണ്ട ഒരു സംഭവമാണ് വാനില എസൻസ്. അത് ചേർക്കുമ്പോൾ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് സീവ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സീവ് ചെയ്താലും മതി. അതേ അളവ് തന്നെയാണ് ഞാൻ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ വലിയ അരിപ്പ അല്ലാത്തതുകൊണ്ട് തന്നെ കുറേശ്ശെ അരിച്ചെടുത്തു. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ഇതുപോലെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെടുത്തു. ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ മുട്ടയുടെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവും. അപ്പോൾ അത് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ സ്ലോലി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. ഇനി ഇത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് എല്ലാ വശത്തും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അടിയിലൊന്നും വയ്ക്കാതെ, അടിയിൽ എന്തെങ്കിലും ഒരു ശീല എന്തെങ്കിലും വെച്ചാൽ നല്ല രീതിയിൽ ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ ശീല വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മെല്ലെയാണ് ടാപ്പ് ചെയ്തത്. എന്നിട്ട് അടിയിലൊരു കനമുള്ള പാത്രം വെച്ചിട്ട് ഒരു 30 മിനിറ്റ് അത്രേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്ക് ഇത് കണ്ടോ, ഇതേ രീതിയിലാണ് നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ. നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോഞ്ച് കേക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ലെയേഴ്സ് നല്ല ക്ലിയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ സ്പോഞ്ച് കേക്ക് റെഡിയാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.